വെജിറ്റേറിയൻസ് ഇത് എന്ത് കഴിക്കാനാ, എന്നും സാമ്പാറും മോരൊഴിച്ചു കൂട്ടാനും പുളിശ്ശേരിയൊക്കെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പിന്നെ എന്തുണ്ടാക്കണം എന്നും കൂടെ വിചാരിച്ചിരിക്കുന്നവർ ഈ റെസിപ്പി ട്രൈ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ ഐറ്റം നല്ല മഷ്റൂം വരട്ടിയ അടിപൊളി പാൽ പൊറോട്ട. UK വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിഷ്ടമുള്ള വെറൈറ്റി വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടില്ല. നാട്ടിൽ ഞാൻ പാൽ പൊറോട്ട കഴിച്ചിട്ടുണ്ട്, മഷ്റൂമിൻ്റെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊന്നും അങ്ങനത്തെ ഐറ്റം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എവിടെ പോയാലും എനിക്ക് ചോലി അല്ലെങ്കിൽ ചന, പനീർ, കൂടി വന്ന കോളിഫ്ലവർ, ഇതിനപ്പുറം ഒന്നും കിട്ടാറില്ല. പിന്നെ കുറച്ച് വെറൈറ്റീസ് ഓഫ് ദോശയും. അതെന്താ ഞങ്ങൾക്ക് വേറെ ഒന്നും കഴിക്കണ്ടേ? അപ്പോൾ അങ്ങനെ വെറൈറ്റി ഒക്കെ കഴിക്കാൻ തോന്നുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക, അല്ലാണ്ട് വേറെ ഒരു നിവർത്തിയില്ല. പിന്നെ ഇത് കണ്ടിട്ടും വെജിറ്റേറിയൻസോ പാൽ പൊറോട്ടയോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ്ട് ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് പറ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ചെസ്റ്റ്നട്ട് മഷ്റൂം. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത് യൂസ് ചെയ്തത്. അത് നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ പേരിൽ തന്നെ ബ്രിട്ടീഷ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവിടുത്തെ ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ബട്ടൺ മഷ്റൂം പോലെയല്ല, ടെക്സ്ചർ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് ചൂയി ടെക്സ്ചർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ബട്ടൺ മഷ്റൂം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഐറ്റം. പക്ഷേ ഈ മഷ്റൂം ഭയങ്കര അടിപൊളി. ആ കേസിൽ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ജസ്റ്റ് കുത്തിയാൽ, അധികം പ്രഷറൊന്നും വേണ്ട, ജസ്റ്റ് കുത്തുമ്പോൾ തന്നെ അത് നല്ല ബ്രേക്കായി വരും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ ഫ്ലേവേഴ്സ് ഭയങ്കര നന്നായി കയറുന്നു. ഈ റെസിപ്പിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളി നന്നായിട്ട് വഴണ്ട് തന്നെ. അപ്പോൾ അത് ഫുൾ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചെയ്യുക. പിന്നെ പാൽ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനിതിൽ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇതേ സാധനം ചപ്പാത്തിക്ക്, അപ്പത്തിന്, ഇടിയപ്പത്തിനൊക്കെ സൂപ്പറാണ്. അതിന് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഗ്രേവി ആക്കി, അതല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റി തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പം നമ്മൾ വെജിറ്റേറിയൻസിനെ പറ്റിയല്ലേ പറഞ്ഞു വന്നേ. എൻ്റെ വീട്ടിലെന്നും മോരും സാമ്പാറും ഒക്കെ തന്നെ ആയിരുന്നില്ല. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം ഐറ്റംസാണ് എൻ്റെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ലിമിറ്റഡ് പച്ചക്കറി വെച്ചിട്ടാണെങ്കിലും എന്നും വേറെ സാധനങ്ങൾ. കപ്പ, മത്തങ്ങ, പയറ്, കടല, എന്തൊക്കെയായിരുന്നു. പിന്നെ ചക്ക സീസണൊക്കെ ആയാൽ പിന്നെ പറയണ്ട. ഇടിയൻ ചക്കത്തോരൻ, കടച്ചക്ക മെഴുക്ക് പുരട്ടി, ചക്ക അട. വിശക്കുന്നു. ഇതിൻ്റെ ഒക്കെ ഇടയിൽ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ഉണ്ടാക്കിയാൽ ഞാൻ ബഹളം ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ അന്തക്കാലം. നിങ്ങൾക്ക് ഏറ്റവും നൊസ്റ്റാൾജി അടിക്കുന്ന ഫുഡ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഈ റെസിപ്പി വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കയ്യിൽ കൽച്ചട്ടിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ ഗ്ലാസിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് മൈക്രോവേവിൽ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. ഞാൻ പോയിട്ട് വേറെ ദിവസം വരാം. നന്ദി, നമസ്കാരം.